അമേരിക്കയിലെ ടെക്സസ് കേന്ദ്രീകരിച്ച് നടന്ന വിസ തട്ടിപ്പ് ശൃംഖലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡാലസ് മേഖലയിൽ ഒരു വിസ കൺസൾട്ടിംഗ് സ്ഥാപനം വഴി വർഷങ്ങളോളം ക്രമക്കേടുകൾ നടത്തിയതിന് 2 പേർക്കെതിരെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പൗരന്മാരായ അബ്ദുൽ ഹാദി മുർഷിദ്, മുഹമ്മദ് സൽമാൻ നസീർ എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 2025 മെയ് 21 നോർത്ത് ടെക്സസിലെ US ഡിസ്ട്രിക്ട് കോടതിയിൽ ഫയൽ ചെയ്ത കുറ്റപത്രം പ്രകാരം 2018 ജനുവരി മുതൽ 2025 മെയ് വരെ നീണ്ടുനിന്ന അതീവ സങ്കീർണമായ ഒരു തട്ടിപ്പ് ശൃംഖലയാണ് ഇവർ നയിച്ചിരുന്നത്. H-1B വിസകൾ, EB-2, EB-3 വിഭാഗങ്ങളിലുള്ള എംപ്ലോയ്മെന്റ് അധിഷ്ഠിത ഗ്രീൻ കാർഡുകൾ എന്നിവ വ്യാജരേഖകൾ ചമച്ച് നേടിയെടുക്കാൻ വിദേശികളെ ഇവർ സഹായിച്ചുവെന്നാണ് പ്രധാന ആരോപണം. വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. സാമ്പത്തിക ലാഭത്തിനായി വിദേശ പൗരന്മാരെ നിയമവിരുദ്ധമായി അമേരിക്കയിൽ പ്രവേശിപ്പിക്കാനും അവർക്ക് പൗരത്വം ഉറപ്പാക്കാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. H-1B വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ പാലിക്കേണ്ട കർശനമായ ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ, ഫോം I-129 തുടങ്ങിയ നടപടിക്രമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. പ്രത്യേക വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നൽകുന്ന ഈ വിസ വിഭാഗത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്ത തൊഴിൽ വാഗ്ദാനങ്ങളും വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ചാണ് ഇവർ സിസ്റ്റത്തെ മറികടന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, നേപ്പാൾ, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ വിസ അപേക്ഷകളിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ അബ്ദുൽ ഹാദി മുർഷിദിനെതിരെ സ്വന്തം പൗരത്വം സംബന്ധിച്ച ഗൗരവകരമായ മറ്റൊരു ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. 2015 നും 2018 ഇടയിൽ അമേരിക്കൻ പൗരത്വത്തിനായി അപേക്ഷ നൽകിയപ്പോൾ താൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് തെറ്റായ മൊഴി നൽകിയതിലൂടെ അന്യായമായി പൗരത്വം കൈക്കലാക്കിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2020 മുതൽ 2023 വരെയുള്ള കാലയളവിൽ നിരവധി വിസ പെറ്റീഷനുകളിൽ ഇവർ കള്ളമൊഴികൾ രേഖപ്പെടുത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. FBI, ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി സർവീസ് തുടങ്ങിയ പ്രമുഖ ഏജൻസികളുടെ സംയുക്ത നീക്കത്തിലൂടെയാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. അതേസമയം തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ മുർഷിദ് നിഷേധിച്ചിട്ടുണ്ട്. കേസിലെ മറ്റൊരു പ്രതിക്ക് ഏകദേശം $10 ലക്ഷം വിലമതിക്കുന്ന ആഡംബര വസതി ഉള്ളതായും വിവരമുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. നിലവിൽ നിരവധി വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിന്റെ അന്തിമ പ്രീ ട്രയൽ കോൺഫറൻസ് 2026 സെപ്റ്റംബർ 4 നടക്കുക. ഇനി എന്താണ് H-1B വിസയെന്നും ഗ്രീൻ കാർഡെന്നും ഒറ്റനോട്ടത്തിൽ നോക്കാം. അമേരിക്കൻ കമ്പനികൾക്ക് ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, IT തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ അനുവദിക്കുന്ന കുടിയേറ്റേതര വിസയാണ് H-1B വിസ. സാധാരണഗതിയിൽ 3 വർഷത്തേക്കാണ് ഈ വിസ അനുവദിക്കുന്നത്. എന്നാൽ ഇത് 6 വർഷം വരെ നീട്ടിയെടുക്കാൻ സാധിക്കും. ഓരോ വർഷവും നിശ്ചിത എണ്ണം വിസകൾ മാത്രമാണ് US സർക്കാർ അനുവദിക്കുന്നത് എന്നതിനാൽ ലോട്ടറി സമ്പ്രദായത്തിലൂടെയാണ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത്. ഉയർന്ന വേതനവും മികച്ച തൊഴിൽ സാഹചര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഈ വിസ പ്രവാസികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടതാണ്. അമേരിക്കയിൽ ഒരു വിദേശ പൗരന് സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകുന്ന രേഖയാണ് ഗ്രീൻ കാർഡ് അഥവാ ലോഫുൾ പെർമനന്റ് റെസിഡന്റ് കാർഡ്. ഗ്രീൻ കാർഡ് ലഭിക്കുന്നതോടെ ഒരാൾക്ക് അമേരിക്കൻ പൗരന്മാർക്ക് ലഭിക്കുന്ന മിക്കവാറും എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും. എന്നാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. H-1B വിസയിൽ തുടരുന്നവർക്ക് തൊഴിലുടമ വഴിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വഴിയോ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാം. ഗ്രീൻ കാർഡ് ലഭിച്ച് നിശ്ചിത വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരാൾക്ക് അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അർഹതയും ലഭിക്കും.